മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതിയെ പീതാംബരന് പരോൾ അനുവദിച്ചു. ഒരു മാസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന നിബന്ധനയുണ്ട്. പീതാംബരനെ കാസർഗോഡ് എത്തിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതിയായ പീതാംബരന് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പെരിയ കല്ലോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന രണ്ട് പ്രതികൾക്കാണ് ഇപ്പോൾ ഒരു മാസത്തേക്ക് കൂടി പരോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള എ പീതാംബരൻ, ഏഴാം പ്രതിയായിട്ടുള്ള എ അശ്വിൻ എന്ന അപ്പു എന്നിവർക്കാണ് ഈ പരോൾ അനുവദിച്ചിട്ടുള്ളത്. പ്രധാനമായും പരോളിൽ പറയുന്ന വ്യവസ്ഥ ഈ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയോടെയാണ് ഈ പരോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ പീതാംബരൻ നിലവിൽ ഇപ്പോൾ രാവണീശ്വരത്തും അശ്വിൻ ബേഡകത്തുമുള്ള ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. കേസിലെ രണ്ടാം പ്രതിയായ സജി സി ജോർജിന് കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചിരുന്നു. ഇയാൾ കണ്ണൂരിലെ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിനുള്ളിൽ കഴിയുന്നവർക്ക് കൂട്ടമായി പരോള് നൽകുന്നുണ്ട് എന്നുള്ള ഗൗരവപൂർവമായിട്ടുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കോടതിക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കർശനമായിട്ടുള്ള ഉപാധികൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കാരണവശാലും പ്രവേശിക്കരുതെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ തുടർച്ചയായി പരോൾ അനുവദിക്കുന്നത് ശിക്ഷയെ തന്നെ ലഘൂകരിക്കുന്ന തരത്തിൽ, ആ ശിക്ഷയെ മാനിക്കാത്ത തരത്തിലുള്ള ഒരു നടപടിയാണ് എന്നുള്ള രീതിയിലാണ് പ്രധാനമായും കോൺഗ്രസ് ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരവും ആശയപ്രചരണവുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം, അതായത് ഈ കല്യാട്ട് ഭാഗത്ത് അല്ലെങ്കിൽ പെരിയ ഭാഗത്ത് പ്രവേശിച്ചാൽ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. പോലീസും അത്തരത്തിലൊരു സൂചന നൽകിയിരുന്നു. ഇതൊന്നും ഗൗനിക്കാതെയാണ് ഇത്തരത്തിൽ പരോൾ നൽകിയതെന്നുള്ള ആക്ഷേപം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ രണ്ടാം പ്രതിക്കും ഒന്നാം പ്രതിക്കുമാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒന്നാം പ്രതിയായിട്ടുള്ള പീതാംബരൻ ബദിയടുക്കയിലെ ബന്ധുവീട്ടിലും ഏഴാം പ്രതിയായിട്ടുള്ള അശ്വിൻ എന്ന അപ്പു ബദിയടുക്കയിലെ ബന്ധുവീട്ടിലും, ഒന്നാം പ്രതിയായിട്ടുള്ള പീതാംബരൻ രാവണീശ്വരത്തും ബന്ധുവിന്റെ വീട് രാവണേശ്വരത്താണ്. രാവണേശ്വരത്താണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കില്ല എന്നുള്ളൊരു ഉറപ്പും ഇവർ കോടതിക്ക് മുൻപേ നൽകിയിട്ടുണ്ട്. ദീപ്തി, ശരി. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി എ പീതാംബരന് പരോൾ അനുവദിച്ചു. ഒരു മാസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന നിബന്ധനയുണ്ട്. പീതാംബരൻ കാസർഗോഡ് എത്തി. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.